തേങ്ങ ഒട്ടും തന്നെ ചേർക്കാതെ എരിവും പുളിയെല്ലാം ഒരുപോലെ നിൽക്കുന്ന പാലക്കാട്ടുകാരുടെ നാടൻ രുചിയായ ഉപ്പടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ കൂടെ കഴിക്കാനും ഇത് അടിപൊളിയാണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉപ്പടം ഉണ്ടാക്കാനായിട്ട് വെണ്ടയ്ക്ക, ചുണ്ടയ്ക്ക, വഴുതനങ്ങ, മണിത്തക്കാളി ഇതിലേത് വേണേലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ചെറിയ 2 വഴുതനങ്ങ നമ്മൾ നന്നായിട്ട് കഴുകി ഇതുപോലൊന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ വഴുതനങ്ങയെല്ലാം നമ്മളിത് ഇവിടെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളകാണ്. അപ്പം ഞാൻ ഒരു ചെറിയ 2 പച്ചമുളക് എടുത്ത് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ടൊന്ന് മാറ്റി വെച്ചേക്കാം. അപ്പം നമ്മുടെ പുളിയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഉപ്പടത്തിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചീനച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു വലിയ സ്പൂണ് വെള്ള അരി ഉണ്ടല്ലോ, അല്ലെങ്കിൽ മട്ട അരി വേണേലും ഇട്ട് കൊടുക്കാം. അരി ആദ്യം ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അരിത ഒന്ന് ചെറിയ രീതിക്ക് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉലുവയും കുരുമുളകും 1/2 ടീസ്പൂൺ വീതമാണ് കേട്ടോ ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനാവശ്യമായ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊരു കാശ്മീരി ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ല കളറായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നല്ല എരിവുള്ള ഉണക്കമുളകായതുകൊണ്ടാണ് 3 മാത്രം ചേർത്തേക്കുന്നത്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചൂടാക്കി ചെറിയ ചൂടിൽ തന്നെ മിക്സിയിൽ ഇതുപോലൊന്ന് നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്കുണ്ടല്ലോ നോർമൽ വാട്ടർ ഒഴിച്ച് ഈ പൊടിയെല്ലാം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എത്ര വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താലും അരിയുടെ പൊടിയായതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് നല്ല രീതിക്കൊന്ന് കുറുകി വരും. അപ്പം നമ്മുടെ ആ കൂട്ട് അവിടെ ഇരിക്കട്ടെ. ഈ സമയം നമ്മളിതാ അടുപ്പിലേക്ക് ഒരു മൺചട്ടി വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടേ ഒന്ന് ചെറിയ രീതിക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഡീപ്പ് ഫ്രൈ ആക്കണ്ട, ഷാലോ ഫ്രൈ ആക്കിയാൽ മതി. അപ്പം നമ്മളിതാ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വഴുതനങ്ങയൊക്കെ ഏകദേശം ഒന്ന് വാടി അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ വഴുതനങ്ങ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്, ഒരു ഹാഫ് കുക്കഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഈ വഴുതനങ്ങ കഷ്ണങ്ങളെല്ലാം ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാവേ. അപ്പം ഞാൻ എല്ലാ വഴുതനങ്ങ കഷ്ണങ്ങളും കോരി നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ആ മൺചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ച പുളിയുണ്ടല്ലോ അത് നന്നായിട്ട് ഒന്ന് അരിച്ച് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ടിട്ടെ ഈ പുളിവെള്ളം നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ നമ്മുടെ വഴുതനങ്ങ കഷ്ണങ്ങൾ വളരെ കുറവായതുകൊണ്ട് തന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ പുളിവെള്ളമൊക്കെ നല്ല രീതിക്കൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ കഷ്ണങ്ങളെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നല്ല രീതിക്കൊന്ന് തിളച്ച് വരണം. അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടില്ല കേട്ടോ. നമ്മൾ ആ ഫ്രൈ ചെയ്ത സമയത്തുള്ള ഒരു ഹാഫ് കുക്ക് മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ കഷ്ണങ്ങളും ആ പുളിവെള്ളവും എല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ സമയം ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് മറിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉടഞ്ഞൊന്നും പോയിട്ടില്ല, പക്ഷെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മസാലക്കൂട്ട് ഇട്ടിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഈ കറി ഒന്ന് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതിൽ തേങ്ങയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി ലാസ്റ്റ് നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഈ പുളിയും എരിവും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പൊടി വേണ്ടാന്നുള്ളവർക്ക് അത് ചെയ്യാതിരിക്കാം. പക്ഷേ നമ്മുടെ കറക്റ്റ് ഒരു ടേസ്റ്റി കറിക്ക് വരുന്നത് ഈ ശർക്കരപ്പൊടിയും കൂടെ ചേർക്കപ്പോഴാണ്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് കടുക് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് താളിപ്പിൽ വേറൊന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താളിപ്പ് നേരെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം തന്നെ നമ്മുടെ കറി കാണുമ്പോൾ അറിയാം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു തിക്കായിട്ടുള്ള കറിയാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുമാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് പുട്ടിൻ്റെ കൂടെ ആയാലും ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ ഈ കറിയൊന്നും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ. ഞാനിവിടെ കുറച്ച് ചോറിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ ചോറിന് വേറെ ഒരൊറ്റ കറി പോലും വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.